ഞാൻ ഡോക്ടർ ഗിരിജ മോഹൻ. ഹാപ്പി ഹെൽത്ത് കിഡ്സ് ടൈമിലേക്ക് വീണ്ടും സ്വാഗതം. മഴക്കാലം തുടങ്ങിയല്ലോ. ഡെങ്കിപ്പനിയുടെ ഔട്ട്ബ്രേക്കും തുടങ്ങിയിരിക്കുകയാണല്ലോ. മിക്ക ഹോസ്പിറ്റലുകളിലും ഡെങ്കിപ്പനിയുള്ള കുട്ടികളെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഡെങ്കിപ്പനി ഒരു കൊതുക് പരത്തുന്ന വൈറൽ പനിയാണ്. അതിനാൽ കൊതുക് കടിക്കാതെ നോക്കിയാൽ ഡെങ്കിപ്പനി വരാതെ നമുക്ക് പ്രതിരോധിക്കാം. മഴക്കാലത്താണ് ഡെങ്കിപ്പനി ഉണ്ടാക്കുന്ന കൊതുകുകൾ പെറ്റുപെരുകുന്നത്. എന്താണ് ശരിക്കും ഡെങ്കിപ്പനി? കൊതുക് പരത്തുന്ന ഒരു വൈറൽ ഇൻഫെക്ഷൻ തന്നെയാണ്. പേര് പോലെ തന്നെ പനിയായിട്ട് തന്നെയാണ് തുടങ്ങുന്നത്. ചിലപ്പോൾ ഡെങ്കിപ്പനി വന്ന് പോകുന്നത് നമ്മൾ അറിയ പോലുമില്ല. വളരെ ഒരു അൺഡിഫറൻഷ്യേറ്റഡ് ഫീവർ എന്ന് പറയും. ഇപ്പോൾ തന്നെ ചില കുട്ടികൾക്ക് ഡെങ്കിപ്പനി വന്ന് മാറിയേക്കാം. ഇപ്പോൾ വളരെ മൈൽഡായിട്ടുള്ളൊരു ഇൻഫെക്ഷൻ തൊട്ട് വളരെ സീരിയസ് ആയിട്ട്, അതായത് പലതരത്തിൽ ബ്ലീഡിംഗ് ആയിട്ടും ബ്ലഡ് പ്രഷർ കുറയുകയും അങ്ങനെ വളരെ സിവിയർ ഡെങ്കി പനിയായിട്ട് തന്നെ വരാം. അപ്പോൾ കൊതുകിനെ പ്രതിരോധിച്ചാൽ ഡെങ്കിപ്പനി വരാതിരിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഏത് തരം കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്? പ്രധാനമായും ഏഡിസ് ഈജിപ്ഷി എന്ന് പറഞ്ഞ തരത്തിലെ കൊതുകുകളാണ്. അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കൊതുകിനെ പറ്റി പ്രത്യേകം പറയുന്നത് അത് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ പ്രതിരോധിക്കാം. ഡെങ്കിപ്പനി പരത്തുന്ന പെൺകൊതുകുകളാണ്. അപ്പോൾ ഈ കൊതുകിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് പകൽ സമയത്താണ് കടിക്കുന്നത്. നമ്മളെല്ലാവരും രാത്രി കൊതുക് കടിക്കാതിരിക്കാൻ നോക്കുന്നുണ്ടല്ലോ. എന്നാലും പകൽ സമയം എന്ന് പറയുന്നത് നല്ല വെളിച്ചമുള്ളപ്പോൾ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതേസമയം രാത്രി നല്ല പ്രകാശമുള്ള സ്ഥലങ്ങളിൽ ഈ കൊതുകുകൾ കടിക്കുന്നതായിരിക്കും. ശരിക്കും പറഞ്ഞാൽ സൺറൈസ്, അതായത് സൂര്യോദയത്തിന് ശേഷം 2-3 മണിക്കൂറും പിന്നെ വൈകുന്നേരങ്ങളിലുമാണ് ഈ കൊതുകുകൾ കടിക്കുന്നത്. അത് പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടതിൻ്റെ കാരണം നമ്മൾ രാവിലെയുള്ള സമയങ്ങളിലും വൈകുന്നേരമുള്ള സമയങ്ങളിലും പുറത്തിറങ്ങുമ്പോൾ നമ്മൾ വളരെയധികം ജാഗ്രത പാലിക്കേണ്ടതാണ്. പിന്നെ ഈ കൊതുകുകൾ സാധാരണ ഫ്രഷ് വാട്ടറിലാണ് മുട്ടയിടുന്നതും പെരുകുന്നതും. അതുതന്നെ വളരെ കുറച്ച് വെള്ളം മതി. 1 സ്പൂൺ വെള്ളത്തിൽ പോലും ഇത്തരത്തിലെ കൊതുകുകൾ മുട്ടയിടുകയെന്നും ഒരു കുപ്പിയുടെ മൂടിയിൽ ചെറിയ പ്ലാസ്റ്റിക് കവറിൽ വെള്ളം കെട്ടി നിന്നാൽ ഈ കൊതുകുകൾ അതിൽ മുട്ടയിടുന്നതാണ്. അതായത് വളരെ കുറച്ച് ഫ്രഷ് വാട്ടർ മതി. ഇനി വീടിനകത്താണെങ്കിൽ തന്നെ ഇൻഡോർ പ്ലാന്റ്സിലുള്ള വെള്ളമോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ താഴെ ഉള്ള വെള്ളത്തിൽ AC വെൻ്റ് അങ്ങനെ അതിലെല്ലാം ഫ്രഷ് വാട്ടറിൽ മുട്ടയിടുന്നതാണ്, അങ്ങനെ പെരുകുന്നതുമാണ്. പിന്നെ വേറൊരു പ്രത്യേകത, ഇപ്പോൾ നമ്മൾ രാവിലെ തന്നെ ശരിക്കും നമ്മളുടെ കൈകളിലും, അതായത് മുട്ടിന് താഴെയുള്ള സ്ഥലങ്ങളിലും കാൽമുട്ടിൽ, കാലിൻ്റെ ആംഗിൾ സ്ഥലങ്ങളിലൊക്കെയാണ് കൂടുതലും കടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു മേശയുടെ അടുത്തിരിക്കുകയാണെങ്കിൽ മേശയുടെ അടിയിൽ കൂടെ തന്നെ നമ്മളെ കടിക്കുന്നതാണ്. കടിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് നല്ല ചൊറിച്ചിലും കാണും. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു 100 മീറ്റർ തൊട്ട് 300 മീറ്റർ വരെയാണ് അതിൻ്റെ ഫ്ലൈയിങ് റേഞ്ച്. അത്രയാണത് പറന്ന് നടക്കുന്നത്. അപ്പോൾ അതായത് നമ്മളുടെ വീടിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ തന്നെ ഈ കൊതുകുകളെ പറക്കുകയും ഒരുപാട് ഡിസ്റ്റൻസിൽ പോകാറില്ല. അപ്പോൾ വീടിന് ചുറ്റും നമ്മൾ എൻവറോൺമെൻറ്റൽ ഹൈജീൻ ശരിക്കും പാലിക്കുകയാണെങ്കിൽ, കൊതുകിനെ തുരത്തുകയാണെങ്കിൽ ഈ കൊതുക് കടിച്ച് ഡെങ്കിപ്പനി വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്ങനെയാണ് ഈ രോഗം പകരുന്നത്? ഇപ്പോൾ വീട്ടിൽ ഒരാൾക്ക് ഡെങ്കിപ്പനി വന്നു, കൂടെ നിൽക്കുന്ന ആൾക്ക് ഡെങ്കിപ്പനി പകരുമോ? ഒരിക്കലുമില്ല. ആ അസുഖമുള്ള ഡെങ്കിപ്പനിയുള്ള ഒരാളെ കടിച്ച കൊതുക് വേറൊരാളെ കടിക്കുമ്പോഴാണ് പനി വരുന്നത്. അല്ലാതെ കൂടെ നിന്നാൽ കൊതുക് കടിക്കാനുള്ള സാധ്യതയുണ്ടല്ലോ. കൊതുക് കടി കിട്ടുന്ന എല്ലാവർക്കും ഡെങ്കിപ്പനി വരണമെന്നുണ്ടോ? അത് എത്രമാത്രം വൈറൽ ലോഡ് എന്ന് പറയും. ഈ കൊതുകിൽ എത്രമാത്രം വൈറസുകളുടെ ലോഡുണ്ടെന്ന്, അതായത് നമ്പർ ഓഫ് വൈറസ് കൂടുതലാണെങ്കിൽ വരും. ചിലപ്പോൾ അധികം ഇല്ലെങ്കിൽ ചിലപ്പോൾ കൊതുക് കടി കിട്ടിയാലും രോഗം വരാതെ പോകാം. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യും ഈ അസുഖം വരുന്നതിന്. അപ്പോൾ ചില കൊതുകുകൾ കൂടുതൽ ബ്ലഡ് മീൽ എന്നാണ് പറയുന്നത്. ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ബ്ലഡ് മീൽ ഒരു രോഗിയുടെ നിന്ന് കൊതുക് എടുക്കുകയാണെങ്കിൽ, എന്നിട്ട് അത്രയും തന്നെ വേറൊരാളെ കടിച്ച് കുത്തി വയ്ക്കുകയാണെങ്കിൽ അയാൾക്ക് ഡെങ്കിപ്പനി വരാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഡെങ്കി വൈറസ് ഉള്ള കൊതുക് കടിച്ചാൽ എത്ര ദിവസത്തിനുള്ളിൽ രോഗം പ്രത്യക്ഷപ്പെടാം? 3 മുതൽ 7-8 ദിവസത്തിനുള്ളിൽ തന്നെ രോഗം പ്രത്യക്ഷപ്പെടാം. അതാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഇനി ഡെങ്കിപ്പനിയുടെ രോഗലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
നല്ല പനി വരും. ആദ്യത്തെ 3 ദിവസങ്ങളിൽ പറയുന്നത് ഫെബ്രൈൽ ഫേസ് എന്നാണ്, അതായത് പനിയുള്ള ഫേസ്. ചിലർക്ക് ഈ ഫെബ്രൈൽ ഫേസ് കഴിഞ്ഞ് പനി അങ്ങ് മാറി പോയേക്കാം, ആണ് നമ്മൾ മൈൽഡ് ഡെങ്കി എന്നൊക്കെ പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ഫേസ് എന്ന് നമ്മൾ പറയുന്നത് പനി കുറയുമ്പോൾ 3-4 ദിവസം, യൂഷ്വലി 2-3 ദിവസം ഉണ്ടാകുന്നതാണ് ക്രിട്ടിക്കൽ ഫേസ് എന്ന് പറയുന്നത്. അപ്പോഴാണ് കോംപ്ലിക്കേഷൻസ് എല്ലാം വരാനുള്ള സാധ്യത. പിന്നെ അടുത്തത് പിന്നെ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ വലിയ കോംപ്ലിക്കേഷൻ ഒന്നും വന്നില്ലെങ്കിൽ റിക്കവറി ഫേസ് എന്ന് പറയും. അപ്പോൾ ശരിക്കും എല്ലാം കൂടെ ഒരു 10 ദിവസം 12 ദിവസമാണ്. ഇടയ്ക്ക് ക്രിട്ടിക്കൽ ഫേസിൽ എന്ത് കോംപ്ലിക്കേഷൻസ് വേണമെങ്കിലും വരാം. ഇനി പനിയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഡെങ്കിപ്പനി എന്ന് പറയുമ്പോൾ പനി തന്നെയാണല്ലോ. പനി വളരെ ഹൈ ഗ്രേഡ് ഫീവർ ആയിരിക്കും, ചിലപ്പോൾ 40 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ പോകുന്നത് കാണാം. പിന്നെ പനിയുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പനി നമ്മൾ പറയും 2-3 ദിവസം പനി വന്നിട്ട് പനി ഒന്ന് കുറഞ്ഞിട്ട് വീണ്ടും ഹൈ ഗ്രേഡ് ഫീവർ വരാം. ഞങ്ങളുടെ ഭാഷയിൽ പറയുന്ന ബൈഫേസിക് ഫീവർ, അങ്ങനെ ഒരു കാര്യവും ഈ പനിക്കുണ്ട്. അപ്പോൾ പനി നമ്മൾ 2-3 ദിവസം കഴിഞ്ഞ് മാറി എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ തന്നെ പിന്നെ ഹൈ ഗ്രേഡ് ഫീവർ വന്നിരിക്കാം. അതും ഡെങ്കിപ്പനിയുടെ ഒരു ലക്ഷണം തന്നെയാണ്. പനി കൂടാതെ ശക്തമായ തലവേദന, വലിയവർക്കും വലിയ കുട്ടികൾക്കും എല്ലാം കണ്ണിന് പുറകിൽ വേദന, അതായത് അപ്പോൾ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കുമ്പോൾ വേദന പറയാറുണ്ട്. കൊച്ചുകുട്ടികൾക്ക് പറയാൻ പറ്റുകയില്ലല്ലോ. പ്രധാനപ്പെട്ട കാര്യം ശരീരവേദന, മസിൽ പെയിൻ, ജോയിൻറ്റ് പെയിൻസ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ബോൺ ബ്രേക്കിംഗ് ഫീവർ എന്ന് തന്നെയാണ് ഡെങ്കിപ്പനിയുടെ വേറൊരു പേര്. വെച്ചാൽ എല്ലുകൾ പോലും പൊട്ടിപ്പോകുന്ന പോലത്തെ വേദനയാണെന്നാണ്. അത് വന്നിട്ടുള്ളവർക്ക് അറിയാമല്ലോ. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ ഹൈ ഗ്രേഡ് ഫീവറും തലവേദനയും ഇതൊന്നും പറയാൻ, ഹൈ ഗ്രേഡ് ഫീവറും ഉള്ളപ്പോൾ തലവേദനയോ എല്ലാമായിട്ടാണ് കൊച്ചുകുട്ടികൾക്ക് വരുന്നത്. ഡെങ്കിപ്പനി കൊച്ചുകുട്ടികൾക്ക് തൊട്ട് പ്രായമായവർക്ക് വരെ വരാവുന്ന ഒരു അസുഖം തന്നെയാണ്. അപ്പോൾ കൂടുതൽ കോംപ്ലിക്കേഷൻസ് കാണുന്നതും വളരെ ചെറിയ പ്രായത്തിലും കൂടുതൽ പ്രായമുള്ളവർക്കുമാണ്. പിന്നെ പനിയോടുകൂടെ തന്നെ വേറൊരു രോഗലക്ഷണമാണ് ആകെ മുഖവും ദേഹവും എല്ലാം ചുമന്ന് ഫ്ലഷ്ഡ് ഫേസ് എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ നല്ല കടുത്ത പനിയും തലവേദനയും ദേഹവേദനയുമായിട്ട് വരുന്നൊരു കുട്ടി മുഖം നല്ല ചുമന്ന് തൊടുത്തിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ടെസ്റ്റും ചെയ്യാതെ തന്നെ ഡെങ്കി ഫീവർ ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയുള്ള ചുമന്ന തടിപ്പ് തന്നെ നമ്മളൊന്ന് തൊട്ട് നോക്കുകയാണെങ്കിൽ, ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ആ ചുമപ്പ് മാറി അത് ആ ഇംപ്രഷൻ നമ്മൾ ഞെക്കുന്ന സ്ഥലത്തൊരു ഇംപ്രഷൻ പോലെ കാണും. അതിന് ഇംപ്രഷൻ സൈൻ എന്ന് തന്നെയാണ് പറയുന്നത്. അതും ഇതിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ്. പലതരത്തിലെ തടിപ്പ് കാണാം. ചിലപ്പോൾ 5-ാം പനി പോലത്തെ തടിപ്പ്, തരിതരി പോലത്തെ തടിപ്പ് കാണാം. അതിനോടുകൂടെ ചിലപ്പോൾ ചൊറിച്ചിൽ കാണാം. 85-90% ആൾക്കാരിലും ഇങ്ങനെ പനി വന്ന് അങ്ങ് മാറി വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോകും. ബാക്കിയുള്ളൊരു 10%ലാണ് ശരിക്കും ക്രിട്ടിക്കൽ ഫേസിൽ കോംപ്ലിക്കേഷൻസ് കാണപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. ആ സമയത്താണ് ഈ ബ്ലഡിലെ കൗണ്ട് കുറയുന്നതും പ്ലേറ്റ്ലെറ്റ് കുറയുന്നതും വേറെ കോംപ്ലിക്കേഷൻസ് എല്ലാം വരുന്നത്, ബ്ലീഡിങ് വരാനുള്ള ടെൻഡൻസിയും. അപ്പോൾ അങ്ങനെയുള്ള ആ 10%ൽ നമ്മൾ അങ്ങനെയുള്ളവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. അതിൽ തന്നെ ഒരു 1% ആൾക്കാർക്കാണ് വളരെ സിവിയർ ഡെങ്കി എന്ന് പറയുന്ന വളരെയധികം ബ്ലീഡിങ്ങും ബ്ലഡ് പ്രഷർ കുറയാനുള്ള സാധ്യതയും സീരിയസ് ആയിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് കാണുന്നത്. അതായത് ബ്രെയിന്, കിഡ്നി, ലിവർ, ലങ്സ്, ഇവിടെയെല്ലാം കോംപ്ലിക്കേഷൻസ് കാണുന്നതാണ്. സാധാരണ ഈ ക്രിട്ടിക്കൽ ഫേസ് ഒരു 48 hours, മാക്സിമം 72 hours ലാസ്റ്റ് ചെയ്യുന്നത്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട്. അപ്പോൾ ഈ പറഞ്ഞ ബ്ലഡ് കൗണ്ടും ലിവർ ഫങ്ഷൻ ടെസ്റ്റും ബാക്കി പ്രധാനപ്പെട്ട ടെസ്റ്റുകളെല്ലാം ആ സമയത്ത് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനെപ്പറ്റി ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇനി കൂടുതൽ പ്രശ്നങ്ങൾ ഡെങ്കി ഫീവർ വന്നാൽ കൂടുതൽ പ്രശ്നങ്ങൾ ആർക്കെല്ലാമാണ്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചെറിയ കുട്ടികൾക്ക്, അതായത് 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക്, പ്രായമായവർക്ക്, ബ്ലഡ് പ്രഷർ ഉള്ളവർ, ഹാർട്ട് ഡിസീസ് ഉള്ളവർക്ക്, പ്രഗ്നൻറ്റ് ലേഡീസ്, ബ്രോങ്കിയൽ ആസ്മയുള്ളവർക്കും കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. പ്രതിരോധ ശേഷി കുറവുള്ളവർക്ക് ഏത് അസുഖം വന്നാലും പെട്ടെന്ന് കൂടാനുള്ള സാധ്യതയുണ്ടല്ലോ. പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞ ബ്ലീഡിങ് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ബ്ലഡ് സംബന്ധിച്ച് അസുഖമുള്ള കുട്ടികളും വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. പ്രതിരോധ ശേഷി കുറയ്ക്കുന്ന മരുന്നുകൾ, അതായത് ഹൈ ഡോസിൽ സ്റ്റീറോയിഡ്സ്, എപ്പോഴാണ് ഡെങ്കി പനി ഡേഞ്ചറസ് ആകുന്നത്? ഇതെല്ലാം കാര്യങ്ങളുണ്ടെങ്കിലാണ് ഉടനെ ഹോസ്പിറ്റലിൽ എത്തേണ്ടത്. ഞാൻ പറഞ്ഞതുപോലെ മൈൽഡായിട്ടുള്ള ഡെങ്കി ഫീവർ സാധാരണ വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞ് പനി കുറയുവാണെങ്കിൽ വീട്ടിൽ വെച്ച് തന്നെ ചികിത്സിക്കാം. ഇങ്ങനെ കടുത്ത പനിയോടുകൂടെ നിർത്താതെയുള്ള ഛർദിൽ, അതായത് 1 മണിക്കൂറിൽ തന്നെ
3-4 പ്രാവശ്യം ഛർദ്ദിക്കുകയാണ്. കുഞ്ഞിനെ ഒന്നും അകത്ത് ചെല്ലുന്നില്ല, കഴിക്കാൻ പറ്റുന്നില്ല. വൃത്തിയായിട്ടുള്ള വയറുവേദന, ക്ഷീണം, തളർച്ച, എണീക്കുന്നേയില്ല. ശരീരത്തെ ചെറിയ കുത്തുകുത്തു പോലെയുള്ള പാടുകൾ, ശ്വാസം മുട്ടൽ തുടങ്ങിയവയെല്ലാം ഡെങ്കി ഡേഞ്ചറസ് ആകുന്നതിൻ്റെ വാർണിംഗ് സൈൻസാണ്. സിംറ്റംസ് എല്ലാം ഉണ്ടെങ്കിൽ ഉടനെ ഹോസ്പിറ്റലിൽ എത്തേണ്ടതാണ്. ഇതെല്ലാം ഉള്ളപ്പോഴാണ് നമ്മൾ ഈ ക്രിട്ടിക്കൽ ഫേസ് എന്ന് പറയുന്നത്. സമയത്ത് ബ്ലഡ് പ്രഷർ കുറയാനും ബ്ലീഡിങ് ഉണ്ടാകാനുമുള്ള സാധ്യതയുണ്ട്. യൂറിൻ്റെ അളവ് കുറവായിരിക്കും. കുട്ടികളാണെങ്കിൽ പേപ്പർ നനയാറില്ല, നിറയാറുമില്ല. അപ്പോൾ അതെല്ലാം നമ്മൾ വാർണിംഗ് സൈൻസ് ആയിട്ട് തന്നെ എടുക്കേണ്ടതാണ്. കൈ കാലൊക്കെ തൊട്ട് നോക്കുമ്പോൾ നല്ല തണുപ്പ് തോന്നുകയാണെങ്കിൽ അതും ബ്ലഡ് പ്രഷർ കുറയുന്നതിൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണ്. ഈ റിക്കവറി ഫേസ് എന്ന് വെച്ചാൽ പനിയെല്ലാം കുറഞ്ഞ് ഈ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറി വരുമ്പോൾ കുറച്ചുകൂടെ ഒരു പേഷ്യൻറ്റിന് ഒരു വെൽ ബീയിങ്, ക്ഷീണം ഉണ്ടെങ്കിലും കുറവായിരിക്കും, വിശപ്പുണ്ടാകും. സാധാരണ ഈ റിക്കവറി ഫേസിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡെങ്കി ഫീവർ പകരുന്നതും അതിൻ്റെ രോഗലക്ഷണങ്ങൾ. ഇനി അടുത്ത വീഡിയോയിൽ എന്തെല്ലാം ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്യുന്നതെന്നും അതിലെന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടതെന്നും വീട്ടിൽ വെച്ച് ചികിത്സിക്കുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണമെന്നും എങ്ങനെയെല്ലാം ഡെങ്കിപ്പനി വരാതെ പ്രതിരോധ മാർഗ്ഗങ്ങൾ എന്തെല്ലാമാണെന്നും നോക്കാം. നന്ദി, നമസ്കാരം.